മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി, ആ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കിയ ഒരു കരാർ. ഈ കരാറിനെ കുറിച്ച് വലിയ ചർച്ചകളും വിവാദങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാസപ്പടി വിവാദം എന്ന രീതിയിലാണ് മലയാള മനോരമ അതിനെ വിശേഷിപ്പിച്ചതും അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ആ കരാറിനെ വിശേഷിപ്പിക്കുന്നതും. ഇത് വലിയ ചർച്ചയാക്കി മാറ്റാൻ കോൺഗ്രസ് പതിവ് പോലെ ശ്രമിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ ചർച്ചയാക്കി മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നം കാര്യമായി ഉന്നയിച്ച ആളാണ് മാത്യു കോഴനാടൻ. മാത്യു കോഴനാടൻ മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ തർക്കിക്കുന്നതും നിയമസഭയിൽ നാം കണ്ടതാണ്. നിയമസഭയ്ക്ക് പുറത്തും നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കോഴനാടൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. പരിശോധന നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതേ നിലപാട് തന്നെയാണ് CPIM-നും ഉള്ളത്. അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, തീരുമാനം എന്താണ് എന്ന് വെച്ചാൽ അന്വേഷണ ഏജൻസികൾ എടുക്കട്ടെ, അപ്പോൾ നോക്കാം എന്ന നിലപാട്. അതേസമയം മാത്യു കോഴനാടൻ മറ്റൊരു നീക്കവും നടത്തുന്നുണ്ടായിരുന്നു. സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് ഇക്കാര്യം അന്വേഷിപ്പിക്കുക എന്നത്. വിജിലൻസിന് പരാതി നൽകി, വിജിലൻസ് ഇക്കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇക്കാര്യത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട് മാത്യു കോഴനാടൻ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. വിജിലൻസ് കോടതി ഈ കേസ് വിശദമായ വാദം കേൾക്കുകയും വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് വിധി പറയേണ്ടത്. വിധി പറയാൻ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മാത്യു കോഴനാടൻ പുതിയ ആവശ്യം ഉന്നയിക്കുന്നു. ആവശ്യം മറ്റൊന്നുമല്ല, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കരുത്, വിജിലൻസിന് അന്വേഷണം കൈമാറരുത്, കോടതി നേരിട്ട് അന്വേഷിക്കണം എന്ന്. അപ്പോൾ മാത്യു കോഴനാടനോട് കോടതി ചോദിച്ച ചോദ്യമുണ്ട്, എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കൂ എന്ന് വെച്ചാൽ മാത്യു കോഴനാടന് എന്താണ് ആവശ്യം കോടതിയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലും ധാരണയില്ല. നേരത്തെ ആവശ്യപ്പെട്ടത് വിജിലൻസിനോട് കേസ് ഏറ്റെടുക്കാനും കേസ് അന്വേഷിക്കാനും ആവശ്യപ്പെടണം എന്നായിരുന്നു കോടതിയിൽ മാത്യു കോഴനാടൻ കൊടുത്ത ഹർജിയിൽ പറഞ്ഞത്. അങ്ങനെ മാത്യു കോഴനാടൻ ഹർജി കൊടുക്കാൻ കാരണം നേരത്തെ വിജിലൻസിന് കൊടുത്ത പരാതിയുണ്ട്. ആ പരാതിയിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് വിജിലൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതേ വിജിലൻസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകണം, കോടതി നിർദ്ദേശിക്കണം. ഇതാണ് മാത്യു കോഴനാടൻ്റെ ആവശ്യം. ആ ആവശ്യം പരിഗണിച്ച് വാദം കേട്ട് വിധി പറയാൻ നിൽക്കുന്ന ദിവസമാണ് മാത്യു കോഴനാടൻ മറ്റൊരു ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കരുത്, കോടതി തന്നെ അന്വേഷിക്കണമെന്ന് ചുട്ട മറുപടിയും കൊടുത്തു കോടതി. മാത്യു കോഴനാടന് ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കൂ എന്ന രൂക്ഷമായ ശാസന അതുകൊണ്ട് തന്നെ വിധി പറയാതെ മാറ്റിവെച്ചു. ഇനി ഈ മാസം 12-ാം തീയതി പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിലെല്ലാം വാർത്തകളും വന്നിട്ടുണ്ട്. മലയാള മനോരമ തന്നെ മാത്യു കോഴനാടൻ്റെ നിലപാടിന് എതിരെ വാർത്ത നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം മലയാള മനോരമയാണ് ഈ സംഭവം, ഈ എക്സാലോജിക് കമ്പനിയുടെ കരാറുമായി ബന്ധപ്പെട്ട വിഷയം വലിയ ചർച്ചയാക്കി മാറ്റുകയും അതിന് മാസപ്പടി വിവാദം എന്ന രൂപത്തിൽ ഒരു പേര് നൽകുകയും ഒക്കെ ചെയ്തത് എന്നും നമുക്കറിയാം. ഏതായാലും മലയാള മനോരമ കൊടുത്ത വാർത്ത എങ്ങനെയാണ് എന്ന് നോക്കാം. മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: നിലപാട് മാറ്റി കോഴനാടൻ, കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്ന് ആവശ്യം, ഒന്നിൽ ഉറച്ചു നിൽക്കൂവെന്ന് കോടതി. ഇതാണ് മലയാള മനോരമ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടു നൽകിയ ഹർജിയിൽ നിലപാട് മാറ്റി കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA-യുമായ മാത്യു കോഴനാടൻ. എന്തിനാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് എന്ന് ഈ വാർത്തയിലും പറയുന്നില്ല. എന്തിനാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് എന്ന് മാത്യു കോഴനാടനും ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. ഏതായാലും വാർത്ത ഇങ്ങനെയാണ്: മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നിലപാട് മാറ്റി കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA-യുമായ മാത്യു കോഴനാടൻ. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന മുൻ ആവശ്യത്തിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കോഴനാടൻ്റെ പുതിയ ആവശ്യം. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന മുൻ ആവശ്യത്തിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് മാത്യു കോഴനാടൻ്റെ പുതിയ ആവശ്യം. അതേസമയം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കോഴനാടനോട് ആവശ്യപ്പെട്ടു. കേസിൽ ഈ മാസം 12-ന് കോടതി വിധി പറയും എന്നാണ് വാർത്ത. അതിനുശേഷം മലയാള മനോരമ തുടരുകയാണ്: ഹർജിക്കാരന്റെ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് വിജിലൻസിനായി ഹാജരായ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് കോടതി കേസിൽ വിധി പറയുന്നത് ഏപ്രിൽ 12-ലേക്ക് മാറ്റുകയായിരുന്നു. സേവനങ്ങളൊന്നും നൽകാതെയാണ് CMRL നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോഴനാടൻ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ്
മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട് കേസ് എടുപ്പിക്കണം എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. പിണറായി വിജയനും വീണയും ഉൾപ്പെടെ 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമയുടെ വാർത്ത. മലയാള മനോരമയ്ക്ക് തന്നെ സത്യം വിളിച്ചു പറയേണ്ടി വന്നു. പക്ഷേ മലയാള മനോരമ കൊണ്ടുവന്ന കേസാണ്. മലയാള മനോരമയുടെ ആളായിട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ പോകുന്നത്, മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ പോകുന്നത്, മാത്യു കുഴൽനാടൻ നിരവധി തവണ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ആരോപണം ആവർത്തിച്ചു കൊണ്ടിരുന്നതും. എന്നാൽ എന്തിനാണ് ഈ നിലപാട് മാറ്റിയത് എന്ന് മാത്രം പറയുന്നില്ല. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകില്ല എന്ന് കണ്ടപ്പോൾ മലക്കം മറിഞ്ഞതാണ് കുഴൽനാടൻ എന്നാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന്, അതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്നും, 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എന്നും നേരത്തെ തന്നെ വിജിലൻസ് കോടതി തന്നെ ഉത്തരവിട്ടതാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് കേസ് വന്നപ്പോൾ ആ കോടതി ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവിട്ടതാണ്, അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതേ കേസ് തന്നെയാണ് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി എത്തിക്കുന്നത്. വിജിലൻസ് കോടതി എത്തിക്കുന്നതിന് മുമ്പ് മാത്യു കുഴൽനാടൻ വിജിലൻസിന് പരാതി കൊടുക്കുന്നുണ്ട്. വിജിലൻസ് പരാതി പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി പരിശോധന നടത്തി ഇത് അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാട് വിജിലൻസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിക്കുന്നത്, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന്. എന്തിനാണ് മാത്യു കുഴൽനാടൻ ഇതൊക്കെ ചെയ്യുന്നത്? ഈ വിഷയം ഇങ്ങനെ കത്തിച്ച് നിർത്തണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ വാർത്ത വരണം. അങ്ങനെ വാർത്ത വന്നാൽ മാത്രമേ ഈ വിഷയം ആളുകളുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അത് നീട്ടി ഈ ഇലക്ഷൻ വരെ എങ്കിലും കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും കുത്തിപ്പൊക്കണം. ഇതൊക്കെയാണ് മാത്യു കുഴൽനാടൻ്റെ ഇപ്പോഴത്തെ രീതി. അതിനുവേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിന് പിറകെ തന്നെയുണ്ട്. അവരും അവരുടേതായ സംഭാവന ഇതിന് നൽകുന്നുണ്ട്. പരമാവധി മാധ്യമങ്ങളിൽ വാർത്തയാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടലൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കോർപ്പറേറ്റ് മന്ത്രാലയവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ വാർത്തകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി ഇത് സംബന്ധിച്ച് വാർത്തകളൊന്നും വരുന്നില്ല. കാരണം ഇതേക്കുറിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ 2 ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം എവിടെ എത്തിയത് ചോദ്യമൊക്കെ വരട്ടെ. അത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ വരും. 6 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച് ഒരു തീരുമാനം വരും. ഏതായാലും ഇതിൽ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും, ഇത് 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാർ പ്രകാരമാണ് പണം കൈമാറിയിരിക്കുന്നത്. പണം കൈമാറിയത് ബാങ്ക് വഴിയാണ്. ഇതിൽ കള്ളപ്പണ ഇടപാട് പോലുമില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം, വ്യക്തമായ കാര്യമാണ്. പക്ഷേ അതല്ലല്ലോ രാഷ്ട്രീയമായി ഇതിൻ്റെ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെട്ട് വരികയാണ്. ഇപ്പോൾ ഈ കേസ് കോടതിയിൽ വരികയും കോടതി ഈ കേസ് തള്ളുകയും ചെയ്താൽ അത് മാത്യു കുഴൽനാടന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. രാഷ്ട്രീയമായിട്ട് മാത്യു കുഴൽനാടന് മാത്രമല്ല, മാത്യു കുഴൽനാടന് പിന്തുണ നൽകുന്ന UDF-നും അത് വലിയ തിരിച്ചടിയാകും. വിജിലൻസ് കോടതി തള്ളി. വിജിലൻസ് തള്ളിയാൽ വിജിലൻസ് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ വിജിലൻസ് കേരള പോലീസിന്റെ കീഴിലുള്ള വിജിലൻസ് വിഭാഗം അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നൊക്കെ വാദിക്കാൻ കഴിയും. അത്തരം വാദങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിജിലൻസ് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേസാണ് വിജിലൻസ് കോടതിയിൽ പോയി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ആവശ്യം ഉയർത്തിയത്. വിജിലൻസ് കോടതിയും ഈ ആവശ്യം നിരാകരിക്കാനാണ് സാധ്യത. ആ വാദം കേട്ടാൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ആ സമയത്ത് കോടതിയുടെ ചില പരാമർശങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന കാര്യം ഈ കേസും തള്ളും എന്നത് തന്നെയാണ്. അങ്ങനെ ഈ സമയത്ത് തള്ളിക്കളഞ്ഞാൽ, ഈ ഇലക്ഷന്റെ മുന്നിൽ തള്ളിക്കളഞ്ഞാൽ അത് UDF-ന് വലിയ തിരിച്ചടിയാകും. UDF-ന് മാത്രമല്ല മാത്യു കുഴൽനാടനും വലിയ തിരിച്ചടിയാകും എന്നതുകൊണ്ടാണ് അത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഈ 26 കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി വീണ്ടും ഒരു അപേക്ഷയുമായി കോടതിയെ സമീപിച്ചതും കോടതി ഈ അപേക്ഷയ്ക്ക് പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൂ എന്ന് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകനോട് പറയുകയും ചെയ്തത്. അതനുസരിച്ചാണ് 12-ാം തീയതിയിലേക്ക്, ഈ മാസം 12-ാം തീയതിയിലേക്ക് തന്നെ വിധി പറയാൻ മാറ്റുകയും ചെയ്തത്. 12-ാം തീയതി കോടതി വിധി പറയും എന്ന കാര്യം സംശയമേ ഇല്ല. ഇനിയും അന്നേ ദിവസം എന്തെങ്കിലും മുടക്കുമായി മാത്യു കുഴൽനാടൻ കോടതിയിൽ വരുമോ എന്നത് ഇനി അറിയാനുള്ളൂ. കാരണം മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു വിധി വരരുത്, ഇത് 26 വരെ നീട്ടിക്കൊണ്ടുപോകണം, 26-ന് ശേഷം തള്ളിക്കളഞ്ഞാലും വലിയ പ്രശ്നമില്ലല്ലോ, ഇലക്ഷനിൽ അതൊരു തെരഞ്ഞെടുപ്പിൽ അതൊരു ചർച്ചയാകില്ലല്ലോ എന്നാണ് UDF-ന്റെ മാത്യു കുഴൽനാടൻ്റെ കണക്കുകൂട്ടൽ. ഏതായാലും ആ കണക്കുകൂട്ടൽ 12-ാം തീയതി പാളും എന്ന് തന്നെയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.